to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പോയമാണ് വാൾസിംഗ് മറ്റിൽഡ ബൈ ബാൻജോ പാറ്റേഴ്സൺ. നമുക്ക് ഈ വീഡിയോയുടെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പോയത്തെ പറ്റിയിട്ട് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോയിന്റ്സ് നോക്കും. അത് കഴിയുമ്പോൾ പോയറ്റിനെ പറ്റിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോക്കും ആസ് എൻ ഇൻട്രൊഡക്ഷൻ. അത് കഴിയുമ്പോൾ നമുക്ക് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ഈ ഒരു പോയത്തിന് റിലേറ്റഡ് ആയിട്ട് വന്ന ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയമാണ്. പോയം വായിച്ച് അതിൻ്റെ സമ്മറി നോക്കാം. And later we'll analyze the themes and symbols. So coming to the poem, Waltzing Matilda, it's Australia's unofficial national anthem. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഓസ്ട്രേലിയയുടെ അൺഒഫീഷ്യൽ നാഷണൽ ആന്തം എന്നറിയപ്പെടുന്ന ഒരു പോയം അല്ലെങ്കിൽ ഒരു സോങ് ആണിത്. ഇത് 1895 എഴുതപ്പെടുന്നത് ആൻഡ് 1904 ഇത് പബ്ലിഷ് ആവുന്നത്. ഇതിൻ്റെ ജോണർ എന്ന് പറയുന്നത് ഒരു ബുഷ് ബാലഡ് ആണ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റീന മക്ഫേഴ്സൺ ആണ്. ആൻഡ് ദ സോങ് ഡെവലപ്ഡ് ഇൻ ഓസ്ട്രേലിയൻ സ്റ്റൈൽ ഓഫ് പോയട്രി ആൻഡ് ഫോക്ക് മ്യൂസിക്. അപ്പം ഓസ്ട്രേലിയൻ സ്റ്റൈല് പോയട്രിയിലും ഫോക്ക് മ്യൂസിക്കിനെ ഒക്കെ അനുസരിച്ച് ട്യൂൺ ചെയ്തിരിക്കുകയാണ് ഈ ഒരു പോയം. ആ പോയത്തിൻ്റെ ഒരു പബ്ലിഷിങ്ങിൻ്റെ ഒരു കവർ പേജ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം. സോ കമ്മിങ് ടു ബാൻജോ പാറ്റേഴ്സൻ്റെ ഇമേജ് നമുക്ക് ലെഫ്റ്റിൽ കാണാവുന്നതാണ്. ഹീസ് എൻ ഓസ്ട്രേലിയൻ ബുഷ് പോയറ്റ്, ജേർണലിസ്റ്റ് ആൻഡ് ഓഥർ. അപ്പോൾ ഇദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ ബുഷ് പോയറ്റ് ആണ്, നമുക്ക് മനസ്സിലായി. അതേപോലെ നൗ കമ്മിങ് ടു ഹിസ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, ക്ലാൻസി ദ ഓവർഫ്ലോ, ദ മാൻ ഫ്രം ദ സ്നോയി റിവർ, ഡേ ലൈറ്റ് ഇസ് ഡൈങ്, ലാസ്റ്റ് വീക്ക്, ഇൻ നോ മാൻസ് ലാൻഡ്, ഹാപ്പി ഡിസ്പാച്ചസ്, ഷിയറേഴ്സ് കോൾഡ്, ദ ആനിമൽ നോവ ഫോർഗോട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാൻജോ പാറ്റേഴ്സൻ്റെ വർക്ക്സ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പോയം ഞാൻ പറഞ്ഞു 1895 എഴുതുന്നത്. അപ്പോൾ ഇതിനൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ബിക്കോസ് ഇതേപോലെ ഈ ഒരു പോയം എഴുതിയിരിക്കുന്നതിൻ്റെ മെറ്റഫോറിക്കലായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പോയം ഒരു അല്യൂഷൻ്റെ ബേസിൽ ഒരു സിമ്പിളൈസിങ് ആണ്, കുറച്ച് രീതിയിൽ മാറ്റം വരുത്തിയിട്ട് ജസ്റ്റ് ആ ഇൻസിഡൻറ്റിനെ ഹിൻഡ് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു പോയമാണ്. അപ്പോൾ ആ ഇൻസിഡൻ്റ് ആണ് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. ആ ഇൻസിഡൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആ ഇൻസിഡൻ്റ് ആണ് 1891 ദ ഗ്രേറ്റ് ഷിയറേഴ്സ് സ്ട്രൈക്ക്. അപ്പോൾ ഈ ഒരു 1891 ഷിയറേഴ്സ് സ്ട്രൈക്കിൽ സെപ്റ്റംബർ 2 ദിവസം 1891 ആ ഒരു ഡേയിൽ ഗ്രൂപ്പ് ഓഫ് സ്ട്രൈക്കിംഗ് യൂണിയൻ ഷിയറേഴ്സ്, ആ ഒരു ഷിയറേഴ്സിൻ്റെ ഒരു യൂണിയനിൽ അവർ സ്ട്രൈക്ക് ചെയ്യുകയായിരുന്നു. അവരുടെ റൈറ്റ്സിനായിട്ടൊക്കെ സ്ട്രൈക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവർ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ വന്ന് ഒരു അവരുടെ റൈഫിൾസും പിസ്റ്റോൾസും ഒക്കെ ആയിട്ട് വന്നിട്ട് ഒരു ഡാഗ്വർത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ഒരു ഷിയറിംഗ് ഷെഡ്, ഷിയറിംഗ് എന്ന് പറഞ്ഞാൽ ഷീപ്പിൻ്റെ ഈ ഒരു ഇതെടുക്കുന്ന ആ ഒരു ഫർ എടുക്കുന്നതിനെയാണ് ഷിയറിംഗ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ആ ഒരു ഷെഡിന് അവർ ഫയർ ഇടുകയാണ്. ആൻഡ് നിയർലി 100 ഷീപ്സ് വെയർ കിൽഡ്. അപ്പം ആ ഒരു ഷെഡിന് ഫയർ ഇട്ട് ആ ഒരു ടൈമിൽ അവരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് മൈക്കൽ ഡാലിയും ബോബ് മാക്ഫേഴ്സണും ആയിരുന്നു. അങ്ങനെ അതേപോലെ തന്നെ ബാക്കി എംപ്ലോയീസും ഒക്കെ ഉണ്ടായിരുന്നു. ആ സെയിം ഡേ ആഫ്റ്റർനൂൺ ആകുമ്പോഴത്തേനും ഒരു ഇൻസിഡൻറ്റ് അറിയുകയാണ് സീനിയർ കോൺസ്റ്റബിൾ ഓസ്റ്റിൻ കാഫേർട്ടി. അവിടുത്തെ സീനിയർ കോൺസ്റ്റബിൾ ആണ് അദ്ദേഹം. സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് കൈനൂന എന്നാണ്. അപ്പം ആ ഒരു സ്ഥലത്തിലെ സീനിയർ കോൺസ്റ്റബിൾ ആയിട്ടുള്ള ഓസ്റ്റിൻ കാഫേർട്ടി അറിയുകയാണ് ബില്ലബോങ് എന്ന് പറയുന്ന ഡ്രാഗ് വർത്തിൽ നിന്ന് ഏകദേശം 15 മൈലും കൈനൂന എന്ന് ഏകദേശം 4 മൈലും ദൂരെയുള്ള ബില്ലബോങ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാൻ സൂയിസൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്ത് കിടക്കുകയാണെന്ന്. അങ്ങനെ ഇവരവിടെ ചെന്ന് അത് നോക്കുമ്പോഴത്തേക്കിന് കാണുന്നത് സാമുവൽ ഹോഫ്മീൻസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഈ ഇൻസിഡൻറ്റിൽ ആ ഒരു യൂണിയൻ്റെ ഹെഡായിട്ടുള്ള സ്ട്രൈക്കിംഗ് യൂണിയൻ്റെ ഹെഡായിട്ടുള്ള സാമുവൽ ഹോഫ്മീസ്റ്റർ ആണ് അവിടെ മരണപ്പെട്ട് കിടക്കുന്നത്. അപ്പം ലാസ്റ്റ് നൈറ്റിലെ അറ്റാക്ക് ഇവരാണ് നടത്തിയിരുന്നതെന്നാണ് സസ്പെക്ട് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ബുള്ളറ്റിൻ്റെ വൂണ്ട് എന്ന് പറയുന്നത് നേരെ മൗത്തിലൂടെയാണ് ആ ഒരു ബുള്ളറ്റ് പോയിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. ആ ഒരു ഇൻസിഡൻറ്റ് ആണ് ഈ ഒരു പോയത്തിൻ്റെ ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ബിക്കോസ് സിമിലർ ഒരു ഇൻസിഡൻറ്റ് ഈ ഒരു പോയത്തിൽ നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. വളരെ ഹിൻഡിങ് ആയിട്ടാണ് ഈ ഒരു പോയം പോകുന്നത്. നമുക്ക് പോയം വായിക്കാം. Oh, there once was a swag man camped in a billabong under the shade of a coolie bark tree, and he sang as he looked at the old Billy boiling, "Who will come a waltzing Matilda with me? Who will come a waltzing Matilda, my darling? Who will come a waltzing Matilda with me? Waltzing Matilda leading a tucker bag. Who will come a waltzing Matilda with me?" Down came a jump bag to drink at the water hole. Up jumped the swagman and grabbed him in a glee. And he said, as he put him away in the tucker bag, "You will come a waltzing Matilda with me. You will come a waltzing Matilda, my darling. You will come a waltzing Matilda with me. Waltzing Matilda leading a tucker bag. You will come a waltzing Matilda with me." Down came the squatter riding on his thoroughbred. Down came a policeman, 1, 2, 3. "Where is the jump bag you have got in the tucker bag? You will come a waltzing Matilda with me. You will come a waltzing Matilda, my darling. You will come a waltzing Matilda with me. Waltzing Matilda leading a tucker bag. You will come a waltzing Matilda with me."
But the swagman, he ups and he jumps in the waterhole, drowning himself by the Coolibah tree, and his ghost can be heard as it sighs in the billabong, "Who will come a waltzing Matilda with me? You will come a waltzing Matilda, my darling, you will come a waltzing Matilda with me. Waltzing Matilda, leading a tucker bag, you will come a waltzing Matilda with me." അപ്പം ആ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് ഈ ഒരു പിക്ചറിൽ മനസ്സിലാവുന്നുണ്ട്. വളരെ കോമിക്കലായിട്ട് തോന്നുന്ന ബട്ട് ഒരു ഹിൻറ്റിങ് മീനിങ് ഉള്ള ഒരു ഇൻസിഡൻ്റ് ആണിത്. നമുക്ക് ആ ഒരു ഇൻസിഡൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വാൾസിങ് മെറ്റിൽഡ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. സോ ഇതെന്ന് പറയുന്നത് ഒരു ഓസ്ട്രേലിയൻ സ്ലാങ് ആണ് ഫോർ ഈ ട്രാവലിംഗ് ഓൺ ഫുട്ട് ാണ് ഈ വാൾസിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ബാക്കിലുള്ള ഈ ഒരു ബാഗ് പോലത്തെ അതിനെയാണ് മറ്റിൽഡ എന്ന് പറയുന്നത്. ബാക്കിൽ ഇങ്ങനെ സ്ലങ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാഗ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്വാഗ്മാൻ എന്ന് പറയുന്ന ഒരു ഇൻസിഡൻറ്റ് പറയുന്നത്. അപ്പം സോങ് നറേറ്റ് ചെയ്യുന്നത് ഒരു സ്വാഗ്മാൻ, ഈ ഒരു നടന്നു പോകുന്ന ആളുടെ ആ പിക്ചർ കാണാമല്ലോ, അങ്ങനെ നടന്നു പോകുന്ന ആ ബാഗ് കൊണ്ട് നടന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു കുറേ അവരവരുടെ ബിലോങ്ങിങ്സ് എല്ലാം കൂടി ഇങ്ങനെ എടുത്ത് ഒരു വാക്കിങ്ങിലൂടെ പോകുന്ന ഒരാൾ ആണ് ഈ സ്വാഗ്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഇറ്റിനറേറ്റ് വർക്കറാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു ബില്ലി ബോയിൽ ചെയ്യുകയായിരുന്നു ആ ബുഷ് ക്യാമ്പിൽ. അപ്പോഴാണ് ഇദ്ദേഹം ഒരു ജംപ് ബാക്ക്, അതായത് ഒരു ഷീപ്പിനെ കാണുന്നത്, അവിടെ വന്ന് വെള്ളം കുടിക്കുന്നത്. അപ്പം അദ്ദേഹം ആ ഷീപ്പിനെ എടുത്തിട്ട് ആ ഒരു ബാഗിലോട്ട് ഇടുകയാണ്. അപ്പം ജംപ് ബാക്കിൻ്റെ ഓണർ വരുന്നു, ഒരു സ്ക്വാട്ടർ എന്ന് പറഞ്ഞാൽ ഗ്രേസ് ചെയ്യിക്കുന്നത്, അതായത് ഷീപ്പിൻ്റെ ഓണർ. അവരും അതേപോലെ തന്നെ 3 ട്രൂപ്പേഴ്സും വരുന്നു, മൗണ്ടഡ് പോലീസ്. അവരും വന്നിട്ട് ഈ സ്വാഗ്മാനെ ഷീപ്പിനെ തെഫ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ പെർസ്യൂ ചെയ്യുകയാണ്. ആൻഡ് ഈ ഒരു ആള് ഈ സ്വാഗ്മാൻ ഡിക്ലെയർ ചെയ്യുകയാണ്, നിങ്ങൾ എന്നെ ഒരിക്കലും ജീവനോടെ പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സൂയിസൈഡ് ചെയ്ത് ഡ്രൗൺ ചെയ്യുകയാണെന്ന് പറയുന്നു. ആ ഒരു ബില്ലബോയുടെ അടുത്ത്, ആ ഒരു വാട്ടറിംഗ് ഹോളിൻ്റെ അടുത്ത് അദ്ദേഹം സൂയിസൈഡ് ചെയ്യുന്നു. അപ്പോൾ അതോടുകൂടി തന്നെ ആ ഒരു സ്ഥലം ഗോസ്റ്റ് ഹോണ്ടഡ് ആവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയം എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ബാക്ക് ഡ്രോപ്സ് നമുക്ക് മനസ്സിലാവും. ആ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് കണ്ടതിലൂടെ ഈ സാമുവൽ ഹോഫ്മീസ്റ്റർ സൂയിസൈഡ് ചെയ്തതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ബട്ട് അതിന് തൊട്ട് മുന്നെയാണ് ഇവർ മേ ബി ആ ഒരു ബിഫോർ ഡേ, ആ ഒരു മുന്നത്തെ ദിവസമാണ് ആ ഒരു ഷീപ്പിൻ്റെ ഷെഡിന് അവർ ഫയർ ചെയ്യുന്നത്, ആ ഒരു യൂണിയൻ, സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള യൂണിയൻ. അപ്പം സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ആ യൂണിയനെ കാണിക്കുന്നത് കൂടെയാണ് ഈ ഒരു സ്വാഗ്മാനെ അതേപോലെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ആ ഒരു സാമുവൽ ഹോഫ്മീസ്റ്ററിനെ ആവാം ഈ ഒരു സ്വാഗ്മാൻ്റെ മെറ്റഫറിലൂടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ ആ ഒരു ഷീപ്പ് ഷെഡിന് ഇതിട്ടതുപോലെയാണ് ഈ സ്വാഗ്മാൻ ഈ വെള്ളം കുടിക്കാൻ വരുന്ന ജംപ് ബാഗിനെ എടുത്ത് ആ ഒരു ബാഗിലോട്ട് കയറ്റി വെക്കുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. മേ ബി ഹീസ് ബോയിലിംഗ് ഇറ്റ് ആൻഡ് ഈറ്റിംഗ് ഇറ്റ്, ആ ഒരു രീതിയിൽ നമുക്ക് പറയാം. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് എടുത്ത് ബാഗിൽ സൂക്ഷിച്ച് വെച്ചതിന് ആ ഇതിനെ അങ്ങനെ ബാഗിൽ എടുത്ത് വെക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആസ് ഈ പുട്ട് ഹിം അവേ ഇൻ എ ടക്കർ ബാഗ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് കാണുമ്പോഴത്തേക്കിനാണ് ഇവരുടെ ഈ ഒരു ഷീപ്പിൻ്റെ ഓണറും അതേപോലെ തന്നെ 3 പോലീസും അവിടെ വരുന്നത്. ആൻഡ് ആ ഒരു ടൈമിൽ ഈ ആൾ ഡിക്ലെയർ ചെയ്യുകയാണ്, യു വിൽ നെവർ ക്യാച്ച് മീ അലൈവ് എന്ന് പറഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്യുകയാണ്. ബട്ട് ഇതുകൊണ്ട് നമുക്ക് ഇതും രണ്ട് രീതിയിൽ മനസ്സിലാക്കാം. ആ ഒരു ഇൻസിഡൻറ്റ് നടന്ന ആ ഒരു ഷെഡിൽ അത്രയും ആൾക്കാർ, അത്രയും ഷീപ്പ് കൊല്ലപ്പെട്ടപ്പം അതിൻ്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു സ്ട്രൈക്ക് നടത്തി അത്ര ഒരു ഇൻസിഡൻറ്റ് നടത്തിയതിന് കാരണം ഇവരാരെങ്കിലും മർഡർ ചെയ്തതായിരിക്കണം ഈ ഒരു സാമുവൽ ഹോഫ്മീസ്റ്ററിന്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ മൗത്തിലൂടെ ആയിരുന്നു ആ ഒരു ഗണ്ണിൻ്റെ ഇത് പോയിരുന്നത്. ആൻഡ് ഗൺ എന്ന് പറയുമ്പോൾ തന്നെ പോലീസ് അത് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് അതേപോലെ ആ ഒരു ഇതേ രീതിയിലാണ് ഈ സ്വാഗ്മാൻ യു വിൽ നെവർ ക്യാച്ച് മീ അലൈവ് എന്ന് പറഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്യുകയാണ്. അപ്പം സൂയിസൈഡ് ഒരു ഫസ്റ്റ് ലെവൽ മീനിങ്ങിൽ അങ്ങനെ പോകുന്നെങ്കിലും സെക്കൻഡ് ലെവൽ മീനിങ് നമുക്ക് ഊഹിച്ചെടുക്കാം. മേ ബി അദ്ദേഹത്തിനെ മർഡർ ചെയ്തതായിരിക്കാം. ജസ്റ്റ് ലൈക്ക് സാമുവൽ ഹോഫ്മീസ്റ്ററിൻ്റെ ഇൻസിഡൻറ്റ് നമുക്ക് അതേപോലെ ഒരു ഡബിൾ റീഡിങ് ഉണ്ട്. അദ്ദേഹം സൂയിസൈഡ് ചെയ്തു എന്ന് പറയപ്പെടുന്നെങ്കിലും മേ ബി ഹി വാസ് കിൽഡ്, ബിക്കോസ് അതിന് തൊട്ട് മുന്നെയാണ് ഇത്തരം ഒരു പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ തീംസ് നമുക്ക് നോക്കാം. ഫ്രീഡം ആൻഡ് വാണ്ടർലസ്റ്റ്, കൊളോണിയൽ Australian identity, poverty and survival, class struggle and rebellion, death and tragedy, nature and outback, nationalism, folklore, അതേപോലെ തന്നെ ഗോസ്റ്റ് ആൻഡ് ഹോണ്ടിങ് മെമ്മറിയും ഉണ്ട്. നെക്സ്റ്റ് സിമ്പിൾസ് വരുമ്പോഴത്തേന് ഈ സ്വാഗ്മാൻ എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള സ്ട്രഗിളറാണ്. അവർ ഹാർഡ്ഷിപ്പും റെബല്യൻ അഗെയിൻസ്റ്റ് അതോറിറ്റി ഒക്കെയാണ് ഇതുകൊണ്ട് സിംബിളൈസ് ചെയ്യുന്നത്. പിന്നെ വാൾസിങ് മെറ്റിൽഡ എന്ന് പറയുന്നത് ഒരു വാണ്ടറിങ് അല്ലെങ്കിൽ ഒരു ഫ്രീഡം, അതേപോലെ നൊമാഡിക് ലൈഫ് സ്റ്റൈലിനൊക്കെ കാണിക്കുന്നു. ബില്ലബോങ് എന്ന് പറയുന്നത് ഒരു വാട്ടർ ബോഡിയാണ് ഓസ്ട്രേലിയയുടെ ഔട്ട് ബാക്കിൽ. അത് സോൾട്യൂഡും ഡെത്തും അതേപോലെ തന്നെ ഈ ഒരു സ്വാഗ്മാൻ്റെ ഫൈനൽ റെസ്റ്റിംഗ് പ്ലേസും കാണിക്കുന്നു. ജംപ് ബാക്ക് അല്ലെങ്കിൽ ഷീപ്പ് എന്ന് പറയുന്നത് ഒരു സർവൈവൽ നീഡിനെയാണ് സിംബിളൈസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു തെഫ്റ്റ്, പ്രോപ്പർട്ടിയുടെ തെഫ്റ്റും റിച്ചും പുവറും തമ്മിലുള്ള ഒരു ഇനീക്വാലിറ്റിയും
ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ വെൽത്തി ആയിട്ടുള്ള ലാൻഡ് ഓണർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓണർ എന്ന് പറയുന്നത് കൊളോണിയൽ അതോറിറ്റീനെ കാണിക്കുന്നു. എക്കണോമിക് പവറിനെ കാണിക്കുന്നു. ട്രൂപ്പേഴ്സ് എന്ന് പറയുന്നത് ലോ എൻഫോഴ്സ്മെന്റിനെയും കൊളോണിയൽ ജസ്റ്റിസ് ഒക്കെ കാണിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക. വളരെ എഫേർട്ട് ഇട്ടിടുന്ന വീഡിയോസ് ആണ്. സോ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ് ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.